പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് സുനിഷ അയ്യല്ലൂർ കൂടി നമുക്കൊപ്പം ചേരുന്നു. സുനിഷ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. സുനിഷ ഒരു ആനപ്രേമിയാണോ? ചുരുക്കത്തിൽ ഈ കോടതി ഉത്തരവ് കർശനമായി പാലിക്കേണ്ടി വന്നാൽ പല ക്ഷേത്രങ്ങൾക്കും ഉത്സവം എഴുന്നള്ളത്തിന് ഇത്രയും അധികം ആനകളെ നിർത്താൻ കഴിയാത്ത വരുന്ന സാഹചര്യം ഉണ്ടാവും അല്ലേ? അതുതന്നെയാണ് അരുൺ, അതുതന്നെയാണ് ഇവിടെ എത്തുമ്പോൾ ഈ വിശ്വാസികളും ഈ ആനപ്രേമികളായവരും പറയുന്നതും അതുതന്നെയാണ്. ഞാൻ ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഈ പൈങ്കുനി അൽപ്പശി ആറാട്ടുകൾക്കൊക്കെ ഈ ആന എഴുന്നള്ളിപ്പുണ്ട്. ഈ ആന എഴുന്നള്ളിപ്പ് ഒരുപക്ഷെ 100-ൽ പരമൊന്നും ഇല്ല എങ്കിൽ പോലും 5-ൽ കൂടുതൽ ഈ 10ഓളം ആനകളെ എഴുന്നള്ളിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് ഈ ഹൈക്കോടതി പറയുന്ന പല മാനദണ്ഡങ്ങളും പാലിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ പറയുന്നത് പോലെ അകലം പാലിക്കുന്നതായാൽ പോലും 3 മണിക്കൂറിൽ കൂടുതൽ പ്രദർശനം പാടില്ല എന്ന് പറയുന്നു. രാവിലെ 10 മണി മുതൽ 4 മണി വരെ യാത്ര ചെയ്യിക്കരുത് എന്ന് പറയുന്നു. അതൊക്കെ തന്നെയും ഇവിടുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ഒരു ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടക്കാത്ത കാര്യമാണ് എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. ഏതായാലും ചേട്ടാ, ഇപ്പോൾ ഇങ്ങനെയൊരു ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വരുന്നു. അപ്പോൾ എന്താണ് അതിനെ എങ്ങനെ കാണുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ആന വിഷയത്തിൽ ഇറക്കിയ ഉത്തരവ് പൂരപ്രേമി അല്ലെങ്കിൽ ഒരു ഉത്സവപ്രേമി എന്നുള്ള നിലയ്ക്ക് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഹൈക്കോടതി പഠിച്ചിട്ട് വേണമായിരുന്നു ഈ നിയമം കൊണ്ടുവരേണ്ടത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഉത്സവ കമ്മിറ്റിക്കാരും വളരെ ദുഃഖത്തിലാണ്. എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇവിടുത്തെ AGയെ കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ഇതിൻ്റെ യഥാർത്ഥ വശങ്ങളൊന്ന് മനസ്സിലാക്കി ഇതിൻ്റെ നിയമങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി വരുത്താൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. ഏതായാലും മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ചേട്ടാ, ഒരുപക്ഷെ തൃശ്ശൂരിലെ പൂരം പോലെയല്ല ഈ പത്മനാഭ ക്ഷേത്രത്തിൽ ഇവിടെ തൊട്ട് ശംഖുമുഖം വരെ എഴുന്നള്ളിപ്പ് ഉണ്ടാകുന്നൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ 10 മണി മുതൽ 4 മണി വരെ എന്നുള്ള സമയം, 3 മണിക്കൂർ പ്രദർശനം എന്ന് പറയുന്ന സമയം, അതൊക്കെയാണല്ലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി? നമ്മുടെ ഈ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ലോറിയിൽ ആനയെ ട്രാൻസിറ്റ് ചെയ്യുക, യാത്ര പാടില്ല എന്നുള്ളത് അത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. നമുക്കതിൽ വേറെ എതിർപ്പൊന്നുമില്ല. എന്നാൽ ഇത്തരത്തിൽ കേരളത്തിലെ കുറച്ച് കേന്ദ്രീകൃതമായി കേരളത്തിലെ കുറച്ച് ആചാരങ്ങളും അല്ലെങ്കിൽ കേരളത്തിലെ ഉത്സവ നടത്തിപ്പുകളും മറ്റു കാര്യങ്ങളും മുടക്കുന്നതിലേക്കായി കുറച്ച് പേര് അതൊരു ലക്ഷ്യം വെച്ച് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മളിനി എന്ത് കഴിക്കണം, നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് മറ്റൊരാൾ പറഞ്ഞു തരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി ഈ ഇതുപോലൊരു വിധി വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട നീതിപീഠം ഈ ഉത്സവാചാരങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ ഈ ഉത്സവവുമായി സംബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെയും കൂടി അത്തരത്തിലൊരു കമ്മിറ്റിക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരാണ്ടിരുന്നതാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇത് തുടർന്ന് അങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ കാലാന്തരത്തിൽ നമ്മുടെ എഴുന്നള്ളിപ്പുകളും മറ്റുമെല്ലാം നിന്നു പോകുന്നൊരു സാഹചര്യത്തിലോട്ട് വരും. ഇതൊരിക്കലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരാൻ പാടില്ല. അതുതന്നെയാണ് സുജയ്, ഇപ്പോൾ ഇവരുടെ ആശങ്ക ഇപ്പോൾ അതുതന്നെയാണ്. അതായത് ഇങ്ങനെ ഇതൊരു കർശന നിർദ്ദേശമായി തുടരുകയാണെങ്കിൽ ഇവരുടെ ആചാരങ്ങൾ, ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെങ്ങനെ മുന്നോട്ടേക്ക് പോകുമെന്നൊരു ആശങ്ക തന്നെയാണ് നിലവിൽ ഈ പറയുന്നത് പോലെ ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളവും ഈ ആചാര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ഒപ്പം തന്നെ പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളവും എല്ലാം ഉള്ളത് എന്നതാണ് സുജയ.